ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി പ്രവാസികൾക്കുള്ളൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് STCPay എന്നുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയക്കാനും അതുപോലെ തന്നെ പല പേയ്മെൻറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ STCPay സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനോട് ഉതകുന്ന രീതിയിലുള്ള മറ്റൊരു ആപ്പ് അൽരാജി ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. urpay എന്നാണ് അതിൻ്റെ പേര്. ഇതിനോടകം അപ്പം നിങ്ങൾ പല ആളുകളും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും, പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. urpay പുതിയൊരു ആപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ നിരവധി ഓഫറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത് കൂടുതൽ പോപ്പുലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഫറുകൾ പോകും. STCPay തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിൽ നല്ല റേറ്റ് ലഭിക്കുന്നുണ്ട് നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ. അതുപോലെ തന്നെ ക്യാഷ് അയക്കുന്ന സർവീസ് ചാർജ് ഫ്രീ ആണ്. അതുപോലെ തന്നെ അതിൽ ക്യാഷ് ബാക്ക് 5% ക്യാഷ് ബാക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡിജിറ്റൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ കാർഡ് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലും ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് urpay ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് urpay ആപ്പിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്ക് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. urpay ഇതാണ് അതിൻ്റെ ലോഗോ, നിങ്ങൾക്കറിയാം. ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ചില ആളുകൾ പറയുന്നത് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ആളുകളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഐക്കണാണ് ചോദിക്കുന്നത്. അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. 05 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ID നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വരും. OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 4 അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഇനി അക്ഷര വെരിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ MOയിൽ നിന്നൊരു OTP കൂടെ വരും. ആ OTP നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനുള്ളൊരു കോളാണ്. അവിടെ നിങ്ങൾ ജോബ് സെക്ടർ എന്നുള്ളത് നിങ്ങൾ ഏത് രീതിയിലുള്ള ജോബാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പ്രൈവറ്റ് സെക്ടർ എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഹൗസ് ലേബേഴ്സ് ഒക്കെ ആണെങ്കിൽ ഹൗസ് ഹോൾഡ് ലേബേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ല കമ്പനിയിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് സെക്ടർ കൊടുക്കാം. അതുപോലെ തന്നെ എംപ്ലോയർ നമ്മുടെ കമ്പനിയാണെങ്കിൽ കമ്പനീൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ കഫീലിൻ്റെ നെയിം കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ ഇൻകം സോഴ്സ് ആണ് ചോദിക്കുന്നത്. അത് സാലറി ആയിരിക്കും സെലക്റ്റഡ്. സാലറി എന്ന് കൊടുക്കുക. ജോബ് കാറ്റഗറി നമ്മുടെ ഏത് രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ഒന്ന് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം റേഞ്ച് എത്രയാണ് നമ്മളെ മന്ത്ലി ഇൻകം എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നമുക്ക് ഓക്കെ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മളെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു 3% ക്യാഷ് ബാക്കാണ് കാണുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മെനു ആണ്, ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ബാലൻസ് കാണാം. അതിന് തൊട്ടടുത്ത് ആഡ് മണി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രാൻസ്ഫർ ടു അതർ വാലറ്റ്, മറ്റൊരു വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, മറ്റുള്ള കോൺടാക്റ്റ് ഇത് യൂസ് ചെയ്യുന്ന കോൺടാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഇത് യൂസ് ചെയ്യുന്ന ആളുകളെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പേ ഫോർ ഫുഡ് പിക്കപ്പ് ഇത് കമ്മിങ് സൂണാണ്. നിലവിലിപ്പോൾ ഇത് ലഭ്യമല്ല. അപ്ഡേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും മാറും. അതുപോലെ തന്നെ താഴെ നമ്മുടെ ട്രാൻസാക്ഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ട്രാൻസാക്ഷനാണ് നിലവിൽ ഇവിടെ കാണുക ഹോം പേജിൽ. പിന്നീടുള്ളത് കാർഡ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഒരു ഡിജിറ്റൽ കാർഡ് നമ്മൾ STCPayലൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഡിജിറ്റൽ കാർഡ് ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷന്. പിന്നീടുള്ള പേ എന്നൊരു ഓപ്ഷന്. അതിൽ നമുക്ക് urpay കോൺടാക്റ്റ് ട്രാൻസ്ഫർ, നമ്മുടെ കോൺടാക്റ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മറ്റുള്ളത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ, ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ, QR കോഡ് പേയ്മെൻറ്റ്. അതായത് നമ്മൾ ഷോപ്പുകളിലൊക്കെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യാനുള്ളൊരു ഓപ്ഷനും റിയാദ് സീസൺ എന്നുള്ള ഒരു ഓപ്ഷനാണ് നിലവിൽ പേ ഓർ ട്രാൻസ്ഫർ എന്നുള്ളതിൽ കാണുന്നത്. പിന്നീട് ഷോപ്പ് എന്നുള്ളതിൽ ഇപ്പോൾ കുറേ ഫുഡ് പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസൊക്കെയാണ് കാണുന്നത്.
മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ നമുക്ക് കോൾ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇൻ്റർനാഷണൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. പിന്നീട് അതിൽ കാണുന്നത് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഒക്കെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൽ ആഡ് മണി എന്തൊക്കെ ഓപ്ഷൻസ് എന്ന് നോക്കാം. ജസ്റ്റ് ആഡ് മണി എന്ന് കൊടുത്ത് നമുക്ക് ബാങ്ക് കാർഡ് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് കാർഡ് വെച്ചിട്ട് മന്ത്ലി ലിമിറ്റ് 20,000 ആണ്. അപ്പോൾ ബാങ്ക് കാർഡ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നീടുള്ളത് റിക്വസ്റ്റ് മണി, മറ്റൊരു സുഹൃത്തിനോട് മണി റിക്വസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നുള്ളൊരു ഓപ്ഷന് മൊക്കാഫ പോയിൻ്റ്, അത് അൽരാജി ബാങ്ക് യൂസ് ചെയ്യുന്നവർക്കുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ സദാത് പേയ്മെൻറ്റ് നിലവിൽ കാണുന്നില്ല, അത് അപ്ഡേഷനിൽ വരുമായിരിക്കും. നിലവിൽ നമ്മുടെ ബാങ്ക് കാർഡ് വെച്ചിട്ട് ആഡ് ചെയ്യാനൊരു ഓപ്ഷനെ കാണുന്നുള്ളൂ. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിനെ കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ഓപ്ഷൻ നോക്കാം, നോട്ടിഫിക്കേഷന്, പേഴ്സണൽ ഇൻഫർമേഷന്. ഇനി ഇതിലൊരു പ്രത്യേക കാര്യം, നമുക്ക് അക്ഷർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പോസ്റ്റൽ രജിസ്ട്രേഷൻ, ഈ നാഷണൽ ID രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ചെയ്യാത്തവർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ സൗദി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സൗദി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്താൽ, സെർച്ച് ചെയ്താൽ നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിലവിൽ ഇതിൽ നമ്മൾ ആ ഒരു നിലവിലുള്ള അഡ്രസ്സ് വെച്ചിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് അയക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് കാർഡ്സ്, നമ്മൾ ഡിജിറ്റൽ കാർഡ് ആക്റ്റീവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മാനേജ് കാർഡ്സിൽ നോക്കാം. അതുപോലെ തന്നെ മാനേജ് ഡിവൈസ്, നമ്മൾ യൂസ് ചെയ്ത ഡിവൈസിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയുണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓരോ കാര്യങ്ങളിലും നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ട് ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ urpay ട്രാൻസ്ഫർ പെർ മന്ത് 5,000, അതുപോലെ തന്നെ ഒരുപാട് അതിൻ്റെയൊക്കെ ലിമിറ്റ് എത്ര, ആഡ് മണി ടു മൊക്കാഫ, ഓൺലൈൻ പേയ്മെൻറ്റ് എത്രയാണ് എന്നൊക്കെയുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് ഈ പേയിൽ വന്നിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും തന്നെ STC പേയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം, യു നീഡ് ടു കംപ്ലീറ്റ് യുവർ നാഷണൽ അഡ്രസ് ഇൻഫർമേഷൻ ബിഫോർ യു പ്രൊസീഡ്. ഇത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ നാഷണൽ അഡ്രസ്സ് ഇതിൽ ആഡ് ചെയ്തിരിക്കണം. അതല്ലാത്തവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ദ പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും, ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ആ ഡണ്ണ് കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക് തന്നെ എനിക്ക് ഫില്ല് ചെയ്യാതെ തന്നെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. കാരണം ആ നിലവിൽ ഞാൻ ഈ കറൻറ്റ് ലൊക്കേഷനിൽ ഇപ്പോൾ എൻ്റെ റൂം നിൽക്കുന്ന ഈ ഒരു കറൻറ്റ് ലൊക്കേഷനിൽ ഞാൻ എൻ്റെ നാഷണൽ ID സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നേരെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ പോവുക. ഇനി എനിക്ക് ഇതിൻ്റെ ആഡ് ബെനിഫിഷ്യറി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ആഡ് ബെനിഫിഷ്യറി എന്ന് കൊടുത്തു. കൺട്രി നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. ഡെലിവറി ഓപ്ഷൻ അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് കൊടുക്കുന്നു. കറൻസി INR എന്ന് കൊടുക്കുന്നു. ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി ഫുൾ നെയിം, നിക് നെയിം, റിലേഷൻഷിപ്പ്. ഈ ഫുൾ നെയിം കൊടുക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. STC പേയിൽ ഒരുപാട് ആളുകൾക്ക് പൈസ ഹോൾഡ് ആവുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നെയിം രണ്ടെണ്ണമായിട്ട്, ഇപ്പോൾ മുഹമ്മദ് ഷെഫീൻ അങ്ങനെ ഒരു നെയിമാണെങ്കിൽ അത് നമ്മൾ മുഹമ്മദ് ഷെഫീൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇനീഷ്യലും കൂടി ചേർക്കുമ്പോൾ അത് 3 നെയിമായിട്ട് വന്നിട്ട് അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ക്യാഷ് അയക്കുമ്പോൾ ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 2 നെയിമായി കൊടുക്കുക. അപ്പോൾ ഫോർ മുഹമ്മദ് ഷെഫീൻ എന്നാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ മുഹമ്മദ് ഷെഫീൻ എഴുതിയിട്ട് പിന്നീട് സ്പേസ് ഇട്ട് ലാസ്റ്റ് നെയിമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇനീഷ്യൽ ചേർക്കണം. അത്തരത്തിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അയക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഏതായാലും എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ നിക് നെയിം അവിടെ വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് മൈസെൽഫ് കൊടുക്കുക. അല്ലാതെ മറ്റുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ അതൊക്കെ ഇവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ചൂസ് ചെയ്യുക. ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. STC പേയിൽ ഒരുപാട് ആൾക്ക് പൈസ ഹോൾഡ് ആകാനൊക്കെ വന്നിരുന്ന കാരണം ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോഴുള്ള തെറ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഏറ്റവും മുകളിൽ റിസീവർ മൊബൈൽ നമ്പർ കൺട്രി കോഡ് ജസ്റ്റ് 91 എന്ന് കൊടുക്കുക. അവിടെ നിങ്ങൾ ജസ്റ്റ് ഫോർ ഫാമിലി മെയിൻ്റനൻസ് കാണുന്നുള്ളൂ, അത് കൊടുത്തു.
പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡാണ്. ബാങ്കിൻ്റെ IFSC കോഡ് കൊടുക്കുക. ബാങ്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റാതെ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ നിങ്ങളുടെ ക്യാഷ് അയക്കുന്ന സമയത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർ ചെയ്തിട്ട് ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം STC പേ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് ഏതെന്ന് കൊടുക്കുക. തീർച്ചയായിട്ടും NRE NOR അക്കൗണ്ട് ആയിരിക്കും, അത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൺഫേം എന്ന് കൊടുക്കുക. വീണ്ടും നമുക്കൊരു OTP കൂടെ വരും. ബെനിഫിഷ്യറി ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ നോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ താങ്ക്സ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ട്രാൻസ്ഫർ മണി ഒന്ന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റൊക്കെ ഇവിടെ കാണാം. നമുക്ക് ഇപ്പോൾ ഒരു റിയാലിന് 19.71 ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ STC പേയിൽ ചെക്ക് ചെയ്യുമ്പോൾ 19.54 ഉള്ളൂ. 20 കാലം അതിൽ 20 പൈസ കൂടുതൽ ലഭിക്കുന്നുണ്ട്. പുതിയൊരു ആപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റും അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഓഫറാണ്. ജസ്റ്റ് 1000 റിയാൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണാം 19,715 രൂപ ലഭിക്കുന്നുണ്ട്. ഇവിടെ അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അടുത്ത സെക്ഷനിൽ നമ്മളോട് ഇത് പർപ്പസ് ഓഫ് ഇതാണ് കൊടുക്കുന്നത്, പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്താണെന്ന് കൊടുക്കും, ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ളൊരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റീസൺ ഓഫ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റീസണ്, ഫാമിലി ഫ്രണ്ട്സ് സപ്പോർട്ട് അങ്ങനെ എന്താ വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ മറ്റൊരാരുടെയും പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിലവിൽ അതിൽ ക്യാഷ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ നേരെ നെക്സ്റ്റ് കൊടുത്താൽ മണി ട്രാൻസ്ഫർ ആകും. ഇത്രയേ ഉള്ളൂ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ. അപ്പോൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡിജിറ്റൽ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വീഡിയോ കുറേ ലെങ്തി ആയി. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിജിറ്റൽ കാർഡ് ആക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് urpay രജിസ്റ്റർ ചെയ്യുന്നതും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതൊക്കെ. ഇനി ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഇതൊരു പുതിയ ആപ്പാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. STC പേ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇത്തരത്തിലായിരുന്നു. അതുപോലെ തന്നെ ചില ന്യൂനതകളൊക്കെ സ്വാഭാവികമായിട്ടും അതിലുണ്ടാവും. ഏതൊരു പുതിയ ആപ്പ് തുടങ്ങുമ്പോഴും ചില റൈസൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ മാറും. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.